ഒരു ദിവസം ദൈവം അരണയോടും ഓന്തിനോടും ദാഹിക്കുന്നു കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയാണ്. അപ്പോൾ ഓന്ത് ഓടിച്ചെന്ന് ഒരു പാത്രത്തിൽ മൂത്രമൊഴിച്ചു അതുകൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അതേസമയം അരണ തിരക്കി നടന്ന് പല സ്ഥലത്തു നിന്നും കുറച്ചായി വെള്ളം ശേഖരിച്ചു അതുകൊണ്ട് കൊടുത്തു. വെള്ളം കൊടുത്തതിന് അരണയെ അനുഗ്രഹിച്ചു. എന്നാൽ ഓന്ത് മൂത്രമാണ് കൊടുത്തതെന്ന് മനസ്സിലാക്കി അതിനെ ശപിച്ചു നരകത്തിൽ പിടിച്ചിടാൻ കൊണ്ടുപോവാണ്. വെള്ളം കുടിച്ച് ദാഹം മാറിയപ്പോൾ അരണയ്ക്ക് എന്താണ് വേണ്ടതെന്ന് ദൈവം ചോദിക്കുകയാണ്. ദൈവത്തെ അടുത്ത് വിളിച്ച് എനിക്കിതിരി വിഷം എന്റെ ഉള്ളിൽ വേണം, എനിക്ക് എല്ലാവരെയും കടിക്കണം എന്ന് രഹസ്യം പറയാണ്. ദൈവം കുറെ ആലോചിച്ചു. അവസാനം അരണയുടെ ഉള്ളിൽ കുറച്ച് വിഷം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. വിഷം കിട്ടിയ ഉടനെ അരണ ചീറിപ്പാഞ്ഞ് ഭൂമിയിലേക്ക് വരികയാണ്. അവിടെയുള്ള മനുഷ്യന്മാരെയും പൂച്ചകളെയും മീനിനെയും ഒക്കെ ചറപറാന്ന് കടിക്കുകയാണ്. അരണശല്യം കാരണം നാട്ടുകാർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഈ ശല്യം സഹിക്കാൻ വയ്യാതെ മനുഷ്യന്മാര് തപസ് ചെയ്യാണ്. അങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്തി ദൈവം അരണയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് അരണയ്ക്ക് ഒരു ശാപം കൂടെ കൊടുത്തു. എല്ലാ കാര്യങ്ങളും ഇവൻ മറന്നുപോട്ടെ എന്നായിരുന്നു ആ ശാപം. ആ നിമിഷം തന്നെ അരണ ദൈവത്തെ മറന്ന് താൻ ഏതാണെന്ന് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അരണ ഒരാളെ കടിക്കാൻ വന്നപ്പോൾ താൻ എന്തിനാണ് വന്നത് എന്ന് മറന്നടിക്കാതെ പോവുകയാണ്. ദൈവത്തിന്റെ ഈ ശാപം കൊണ്ടായിരുന്നു അരണയ്ക്ക് മറവിരോഗം വന്നത്. നിങ്ങൾക്ക് മറവിരോഗമില്ലെങ്കിൽ പറയൂ, ഞാൻ ഇതിൽ എത്ര തവണ അരണ എന്ന് പറഞ്ഞിട്ടുണ്ട്.